ബാക്ക് ടു ചാനൽ ടെക്നിക്കൽ റിവ്യൂസ്. നമ്മളിന്നത്തെ വീഡിയോ നോക്കണം നമുക്ക് എങ്ങനെ സോളോ റാങ്ക് എങ്ങനെ പുഷ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോ നമ്മൾ പറയുന്നത്. ഫ്രണ്ട്സ് നമുക്ക് ഇനി എന്താ പറയുക, നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫ്രീ ഫയറിൽ സുഖമായിട്ട് നിങ്ങൾക്ക് റാങ്ക് എങ്ങനെ പുഷ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ പക്ഷേ ട്രിക്സ് ആൻഡ് ടിപ്സിൻ്റെ വീഡിയോ ആണ് വരുന്നത്. ഫ്രണ്ട്സ് നിങ്ങൾക്ക് സോളോ എങ്ങനെ പുഷ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോ പറയുന്നത്. ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈനോട് ഞാൻ മറക്കാം. ഇവിടെ എന്തപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ് നിങ്ങൾ ഇനി റാങ്ക് മുഴുവൻ പ്ലസ് ആകണമെങ്കിൽ ഡയമണ്ടിൽ നിന്ന് ഗ്രാൻഡ് മാസ്റ്റർ ഹീറോയ്ക്കൊക്കെ എത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് റാങ്ക് പുഷ് ചെയ്യാം, പ്ലസ് ചെയ്തെടുക്കാൻ ഞാൻ പറയുന്നത്. ഫ്രണ്ട്സ് ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല, ഇത് സത്യമായിട്ടാ പറയുന്നത്. നിങ്ങൾക്ക് പ്ലസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റാങ്ക് മുഴുവൻ നമ്മുടെ സോളോ നമ്മുടെ സാധാ റാങ്ക് മുഴുവൻ നിങ്ങൾക്ക് പ്ലസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഫ്രണ്ട്സ്, എന്താ പറയുക, നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് മുഴുവൻ എന്താ പറയുക എല്ലാ കളിയിലും ബൂയ അടിക്കാൻ പറ്റും. പക്ഷേ എനിക്കിത് അടിക്കാൻ പറ്റൂട്ടോ, എനിക്കിതിൽ ഹാർഡ് ഭയങ്കര ടഫ് ഉണ്ട്. ഇത് കളിക്കുന്നതിൽ ടഫ് ഉണ്ട് ഫ്രണ്ട്സ്. അതാണ് ഇത് എന്താ പറയുക, ജസ്റ്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഞാൻ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ട വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നു. ഫ്രണ്ട്സ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്, പ്ലീസ് ഫ്രണ്ട്സ്. ഒരു ചെറിയൊരു ചാനലാണ് ഫ്രണ്ട്സ്, അതാണ് ഞാൻ പറഞ്ഞത്. എന്നാണല്ലേ ഞാൻ അലോക്കില്ലാതെ പോലും കളിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഞാൻ അലോക്കില്ലാതെ പോലും കളിക്കുന്ന ആളാണ്. ഫ്രണ്ട്സ് നമ്മളെന്താ വെച്ചാൽ ഇവിടെ നിന്ന് വരെ ലൂട്ട് ചെയ്യുക. ലൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയും വരെ ഇതിൻ്റെ ബാക്കിൽ എനിമി ഉണ്ട്. ഓരെന്താ ഇവിടെ എനിമിനെ കണ്ടപ്പോൾ കണ്ടു ഞാൻ ചെയ്യില്ല, കൊന്ന് കില്ലാൻ പറ്റണം. നമുക്ക് ഇല്ല, അല്ലെങ്കിൽ വേണ്ട. ഫ്രണ്ട്സിനെ നമ്മൾ അവനെ രക്ഷപ്പെട്ട അവൻ പോട്ടെ, ഞാൻ വെറുതെ അടിക്കുന്നില്ല. അപ്പം അവൻ അവിടെ ഉണ്ട്, ഞാൻ കണ്ടവനെ. അവന് ഡാമേജ് കുറച്ച് കൊടുത്തില്ല. ഞാനിവിടെ അങ്ങനെ വലിയ കാര്യമായിട്ട് അടിക്കാൻ നിന്നില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഡാമേജ് കൊടുത്തുള്ളൂ. എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. അവൻ അവിടെയുള്ള നിൽക്കുന്ന എനിക്കൊരു ഐഡിയ ഇല്ല, എന്ത് ചെയ്യാമോ. എന്ത് ചെയ്യണം നമ്മളിപ്പോൾ. ഞാൻ ഓരോ ഇത് കളിക്കുമ്പോൾ റാങ്ക് കളിക്കുമ്പോൾ എവിടെ ഇറങ്ങുമ്പോഴും എപ്പോഴും ഇവിടെ ഇറങ്ങാറില്ല. എന്നിട്ട് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അവനവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ എന്നെ അടിച്ചില്ല അവൻ. എന്താ ചെയ്യാം ഫ്രണ്ട്സ്? നമുക്കിനി നമുക്ക് കാര്യം ചെയ്ത് നോക്കണം, പറ്റണമെങ്കിൽ ട്രൈ ചെയ്യാം. എന്നിട്ട് അവൻ അവിടെ നിൽക്കുന്നത്, പിന്നെ ഞാൻ എൻ്റെ പൊസിഷൻ ഞാൻ മാറ്റാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ അവനെ എൻ്റെ പൊസിഷൻ മാറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവൻ അടിക്കാതിരിക്കാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ മാറ്റുക, പൊസിഷൻ ബി ചേഞ്ച്. ഓക്കെ, പൊസിഷൻ മാറ്റുക, ഇവിടെ ആവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ സർവൈവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ടോപ്പ് 10 പിടിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുക, എന്ന് വെച്ചാൽ ഇവിടെ തന്നെ കുത്തിയിരിക്കുക. അതാണ് കുറച്ചുകൂടി നല്ലത്. എന്താ പറയുക, ഇവിടെ തന്നെ കുത്തിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണിയിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇവിടെ കുത്തിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടോപ്പ് 10 ആവാത്ത നിങ്ങൾ ഫൈറ്റിലേക്ക് ഇറങ്ങരുത്. എന്താ പറയുക, ടോപ്പ് 10 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈറ്റിലേക്ക് ഇറങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് പുഷ് ചെയ്യുന്നത് നിങ്ങൾ മുഴുവൻ അതിടാൻ സാധ്യതയുണ്ട് ഫ്രണ്ട്സ്. പിന്നെ മാത്രമല്ല വേണ്ട എനിമി, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെ എനിമി കയറി വന്നാൽ എന്ത് ചെയ്യും ഫ്രണ്ട്സ്. അപ്പോൾ എനിമി കയറി വരാൻ നിങ്ങൾ എന്താ പറയുക, ഇവിടെ ഒളിച്ചിട്ട് നിങ്ങൾ എന്താ പറയുക, അവൻ കയറി വരുന്ന സമയത്ത് അവൻ സ്പോട്ട് തന്നെ അടിച്ചിടുക. ഒന്നുമില്ല, ഇവിടെ ലൈവ് 19 പേരായി. അല്ല 19 പേരായി. കാരണം ഈ ടോപ്പ് 10 പിടിക്കാത്തവരെ നിങ്ങൾ അവനെ അടിക്കരുത്. ഞാൻ നേരത്തെ ഒന്ന് അടിച്ചതാണ്, ജസ്റ്റ് ഒന്ന് അവനെ ഡാമേജ് കൊടുത്തത്, അവൻ പേടിക്കട്ടെ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടി മാത്രം ചെയ്ത ഫ്രണ്ട്സ്. നിങ്ങൾ
നിങ്ങൾ മാത്രം ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കരുത്. അത് നിങ്ങളുടെ എനിമിക്കും അടിക്കാൻ പറ്റും ഫ്രണ്ട്സ്. പറയാ നിങ്ങൾ സോളോ കളിക്കുമ്പോൾ എന്താ പറയുക, റാങ്ക് പുഷ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഡയമണ്ടൊക്കെ നല്ല മൈനസ് കിട്ടും. ഈ 18 14 പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്ലസ് കിട്ടും. പക്ഷേ 26 പിടിക്കാൻ, 23 20 പിടിക്കാണെങ്കിൽ നമുക്ക് മൈനസ് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മാക്സിമം ടോപ്പ് 10 പിടിക്കുക. ടോപ്പ് 10 പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, ആ എനിമിനെ കയറി നമുക്ക് എനിമിനെ കയറി നിങ്ങൾക്ക് കയറി അടിക്കാം. നിങ്ങൾ എപ്പോഴാണോ ടോപ്പ് 10 പിടിക്കാത്തത്, ടോപ്പ് 10 പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് എനിമിനെ വേണമെങ്കിലും കൊല്ലാം. നിങ്ങൾ ടോപ്പ് 10 പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണിയിട്ട്. അപ്പോൾ നിങ്ങൾ പൊസിഷൻ മാറ്റണം. ഇനി എന്താ പറയുക, സോൺ വരുന്നുണ്ട്. അപ്പോൾ ഇത് എവിടേക്കാണെന്ന് അറിയത്തില്ല, എവിടേക്കാണെന്ന് ഒരു ഐഡിയ ഇല്ല സോൺ. ഫ്രണ്ട്സ് എന്താ പറയുക, നമ്മളിപ്പോൾ 2 കിലോ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ഞാൻ 3 കിലോ എടുക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ 2-3 കിലോ എടുക്കാൻ പറ്റുള്ളൂ ഇതിലൊക്കെ. ഫ്രണ്ട്സ് നിങ്ങൾ കില്ലിന് വേണ്ടി ആർത്തി പിടിച്ച് പോന്നിട്ടാണ്. നിങ്ങൾ കില്ലുള്ള മെയിൻ ആക്കരുത്, കില്ല് ആരും മെയിൻ ആക്കരുത്. നിങ്ങളെല്ലാവരും എന്താ പറയുക, ജസ്റ്റ് സർവൈവ് മെയിൻ ആക്കാം. അപ്പം ഞാൻ ജസ്റ്റ് പോസ് ചെയ്യേണ്ടത് ആവട്ടെ. ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ടോപ്പ് 10 ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, പൊസിഷൻ നമുക്ക് സ്ഥലം മാറ്റേണ്ടി വരും. പൊസിഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഫ്രണ്ട്സ് ഇനി നമ്മളെന്താ പറയുക, നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇതിനിടയ്ക്ക് ഈ ഓയിൽ കയറി വന്നു, ക്യാൻ അങ്ങോട്ട് കയറി വന്നു. ഫ്രണ്ട്സ് ഇനി അടുത്ത സ്ഥലം നിങ്ങൾ എന്താ പറയുക, ഇനി അടുത്ത സർവൈവൽ പ്ലേസ് നിങ്ങൾ കണ്ടുപിടിക്കുക. എങ്ങനെയെങ്കിലും തിരഞ്ഞ് കണ്ടുപിടിക്കാൻ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഫ്രണ്ട്സ് ഇനിയിപ്പോൾ 12 ആയിട്ടുള്ളൂ. ഞാൻ ടോപ്പ് 10 പിടിച്ചാലേ ഞാൻ ഇനി അടിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഞാൻ നിങ്ങളിപ്പോൾ എനിമിനെ കണ്ടു കഴിഞ്ഞാൽ അവനെ കയറി അടിക്കരുതല്ലോ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് തന്നെ ലാസ്റ്റ് അടി കിട്ടി ചാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഫ്രണ്ട്സ് നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടോപ്പ് 10 അടിക്കുക. ഓക്കെ, അപ്പോൾ ടോപ്പ് ഇവിടെ ഇതായിട്ടുണ്ട്. ഓക്കെ ഇവിടെ ടോപ്പ് 11 ആയിട്ടുണ്ട്. ഞാൻ ടോപ്പ് 10 പിടിച്ചിട്ടില്ല, പക്ഷേ ടോപ്പ് 10 ആയപ്പോൾ ആവും. ഒരു എനിമീനോട് കില്ല് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് 10 ആവാൻ നൈസായിട്ട്. പിന്നെ നിങ്ങൾ ഇനി അടുത്ത സർവൈവ് ചെയ്യാനുള്ള പ്ലേസ് കണ്ടുപിടിക്കുക. ഇനി അടുത്ത സർവൈവൽ പ്ലേസ് നിങ്ങൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണിയിട്ട് സാധ്യത. ഫ്രണ്ട്സ് ഞാനിവിടെ എവിടെ കണ്ടുപിടിക്കാൻ ഐഡിയ ഇല്ല. അപ്പോൾ കാട്ടഷ്ടയിൽ ഇറങ്ങാൻ പോകാമെന്ന് വിചാരിച്ച്. ഫ്രണ്ട്സ് ഇവിടെ ഡേഞ്ചർ വരുന്നുണ്ട്. നിങ്ങൾ സോണിൻ്റെ അവിടെ കയറിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ടോപ്പ് 10 ഉണ്ട്. ഇനി നമുക്ക് ഫൈറ്റിലേക്ക് കിടക്കാം. ഇനി ഓരോരുത്തർ ചത്ത് പോകുന്നുണ്ട്, അപ്പോൾ ഓരോ ഇത് ചാവുന്നുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഫൈറ്റിലേക്ക് കിടക്കാൻ കുഴപ്പമില്ല. പക്ഷേ നിങ്ങളിപ്പോൾ എനിമീനെ എന്താ പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സർവൈവ് ചെയ്ത് പിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, ഇവിടെ വല്ല ടവറോ അല്ലെങ്കിൽ വാച്ച് ടവർ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവിടെ കുത്തിരിക്കുക. ഓക്കെ, അവിടെ കുത്തിരിക്കുക. അതല്ല ഇത് അല്ലാണ്ട് തന്നെ എനിക്കിവിടെ വല്ല സ്ഥലം കിട്ടുന്നില്ല. നോക്കട്ടെ, വാച്ച് ടവർ ഉണ്ടെങ്കിൽ നമുക്ക് വാച്ച് ടവറിനോട് കയറിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പൊസിഷൻ നിൽക്കേണ്ടി വരും. ഇപ്പോൾ എന്താ പറയുക, ഓരോരുത്തർ ചത്ത് പോട്ടെ, നിങ്ങൾ കയറി അതിൻ്റെ ഇടയിൽ കയറി അടിക്കരുത്. ഫ്രണ്ട്സ് ഇവിടെ വാച്ച് ടവറിനൊന്നും സാധനം കാണുന്നില്ല. ഓക്കെ ഫ്രണ്ട്സിന് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇനി എവിടെ കുത്തിരിക്കുന്നെങ്കിൽ ഡൗട്ട് ഉണ്ട്. ഏറ്റവും കൂടുതൽ അതാണ് ഏറ്റവും കൂടുതൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇത് എവിടെ പോയി കുത്തിരിക്കുന്ന ഐഡിയ ഇല്ല. കാരണം ഞാൻ ടോപ്പ് 7 നിൽക്കണം. ഞാൻ ചാവാൻ സാധ്യത ഫ്രണ്ട്സ്, എന്നോട് പറഞ്ഞില്ല. ചാവാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് എങ്ങനെ അടി കിട്ടി കഴിഞ്ഞ് ഞാൻ അവിടെ കിടക്കും. 100% കുഴപ്പമില്ല, ഞാൻ ചാവാൻ സാധ്യതയുണ്ട്. ഓക്കെ ഫ്രണ്ട്സ് ഇനി നിങ്ങൾ ഇവിടെ തന്നെ ഇവിടെ ഇരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ വേറെ സ്ഥലം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വീട്ടിലിരിക്കുക. അപ്പോൾ ഇനി വരാണെങ്കിൽ ഇവിടെ എനിക്ക് നിൽക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെപ്പോഴും ഇങ്ങനെ വെറുതെ നിൽക്കരുത് കേട്ടോ. എനിമി ഇവിടെ തന്നെ നോക്കിക്കുക. എനിമി വരികയാണെങ്കിൽ നിങ്ങൾ അടിച്ച് കൊല്ലവൻ. ഓക്കെ, പല തല പൊളിച്ച് കൊല്ലുക നിങ്ങൾ. ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ ടോപ്പ് 6 ആയിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇനി സ്ഥലം മാറി, അപ്പോൾ കാട്ടാലിഷ്ടലം കണ്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്കിനി നമുക്കിനി പൊസിഷൻ നമുക്കിനി സോണിലേക്ക് കയറി പോകാം. അതല്ലത് അല്ലെ ഇത്തിരി സീൻ കിട്ടും. ഫ്രണ്ട്സ് ഇനി നമുക്കിവിടെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം. ഇനി ഇവിടെ നിന്ന് മാറ്റണം, ഇവിടെ നിന്ന് മാറിപ്പോവാം. ഓക്കെ ഇനി ഇവിടെ ടവർ കാണുന്നു. ഇവിടെ ടവർ അങ്ങനെ തോന്നുന്നില്ല എനിക്ക് കാണുന്നത്. ഫ്രണ്ട്സ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എന്താ പറയുക, നല്ല സ്ഥലം നോക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് എവിടെ കയറി നിൽക്കണം എന്നൊരു ഐഡിയ ഇല്ല. പാറയുടെ കിടക്കണം, എവിടെ നിൽക്കണേ അവിടെ ബാക്കിൽ നിന്ന് അടിയിട്ട് ചിലപ്പോൾ ഫ്രണ്ടിൽ നിന്ന് അടി കിട്ടും. ഓരോ സ്ഥലത്തു നിന്ന് അടി കിട്ടും ഫ്രണ്ട്സ്, ഓരോ സ്ഥലത്തു നിന്ന് അടി കിട്ടും.
വൂക്കോങ് ആണ്, പക്ഷെ വൂക്കോങ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഫ്രണ്ട്സ്. ഓക്കെ, ഓരോരുത്തർ ചത്ത് പോകുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ടോപ്പ് 4 പിടിച്ചിട്ടുണ്ട്. ഭൂയെന്നെത്താൻ സാധ്യതയില്ല, ഭൂയെന്നെത്താൻ നമുക്ക് സാധ്യതയില്ല. അപ്പോൾ കാർഡേറ്റലാണെന്നെല്ലാം തോന്നണം. അവിടെ ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല ഫ്രണ്ട്സിൻ്റെ, അവിടെ തങ്ങി കയറി സ്ഥലമില്ല. ഞാൻ വെറുതെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക ഫ്രണ്ട്സിന്. എന്തിട്ട് ചെയ്യും ഫ്രണ്ട്സ്, എനിക്കൊരു ഐഡിയ ഇല്ല ഫ്രണ്ട്സ്. ഇങ്ങനത്തെ അവസരം നിങ്ങൾ എന്താ പറയുക നല്ലപോലെ ഒന്ന് എന്താ പറയുക, ഇവിടെ എനിമീനെ വന്ന് നിങ്ങൾ അവനെ കയറി അടിക്കാൻ നിൽക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇനിയും ഇപ്പോൾ കൂടുതൽ പ്ലസ് കിട്ടണമെങ്കിൽ എന്താ പറയുക അങ്ങനെ എനിമീനെ കയറി അടിക്കാതിരിക്കുക. ഇപ്പോൾ എന്താ പറയുക സോൺ ചെറുതാവട്ടെ, ചെറിയത് കുഞ്ഞതായിട്ട് പോട്ടെ. അപ്പം ഞാനിവിടെ നിൽക്കുന്നുള്ളു. ഇവിടെ ഞാൻ ലൂട്ടും ഇല്ല ഭ്രാന്ത്, അതിനെ ഞാനിവിടെ തന്നെ ഇരിക്കുന്നുള്ളൂ. എന്താ പറയുക വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേണേൽ ഇപ്പോൾ വിളിക്കാം, പക്ഷേ അടി കിട്ടാൻ സൂക്ഷിച്ചാൽ മതി എന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട്സിന് കളി ഏകദേശം കഴിയാറായിട്ടുണ്ട്. എന്താ പറയുക മാച്ച് നമ്മൾ പൊട്ടാൻ സാധ്യതയൊക്കെ ഉണ്ട്. എനിമയൊക്കെ എവിടെ നിന്ന് വരുന്നത് പറയാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ ആകെ കൂടി എന്ത് ചെയ്യണം കേട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് ലൂട്ട് ജസ്റ്റ് ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചതാ. എങ്ങനെ ഇവിടെ എനിമി ഉണ്ടെങ്കിൽ എനിമി ഉണ്ടാവാൻ അങ്ങനെ സാധ്യതയില്ല ചിലപ്പോൾ. ഫ്രണ്ട്സിന് എനിമി ഉണ്ടാകാൻ സാധ്യതയില്ല നമുക്ക്. ഓക്കെ, ആക്റ്റീവ് കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെയാണ് നല്ല കണ്ണ് കിട്ടണം, വേറെ അവതൊന്നും കിട്ടത്തില്ല. ഭ്രാന്തിറങ്ങാനായിട്ട് ഏറ്റവും വലിയ ഭ്രാന്തതാണ്. കാരണം തിരി നമുക്ക് അങ്ങോട്ട് തന്നെ കയറി പോകേണ്ടി വരും, ചാവേണ്ടി വരും, അല്ലെങ്കിൽ പണി കിട്ടും. അതിനാൽ നമുക്ക് വൂക്കോങ്ങായിട്ട് പടക്കില്ല. അതിന് വൂക്കോങ് ഉണ്ടെങ്കിൽ അല്ല സോറി വൂക്കോങ് ആയിട്ട് പടക്കാൻ നമ്മൾ ശ്രമിക്കാം, ട്രൈ ചെയ്യാം. ഓക്കെ, ഫ്രണ്ട്സിന് ഇവിടെ തന്നെ പതുങ്ങിക്കേണ്ടി വരും. ഞാനിവിടെ ഫ്രണ്ട്സിന് ഇവിടെ നിന്നാൽ കുഴപ്പമില്ല. ഇവിടെ നിന്ന് വെച്ചാൽ നല്ല കവറുണ്ട്. ഗണ്ണും പിടിച്ചേക്കണം കേട്ടോ. ഓക്കെ, വെറുതെ അങ്ങനെ ഒരു കാര്യമില്ല, ഗണ്ണും പിടിച്ചിരിക്കുക ഫ്രണ്ട്സ്. ഇതേപോലെ എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും, ഒരു തേങ്ങയില്ല, ഒരു ഐഡിയ ഇല്ല കേട്ടോ എനിക്ക് ഫ്രണ്ട്സ്. അവിടെ തന്നെയൊക്കെ ഫ്രണ്ട്സ് എന്നാലും എന്തപ്പോൾ അവിടെ അടിക്കുന്നുണ്ട്. ഇനി എവിടെ നിൽക്കുന്നൊരു ഐഡിയ ഇല്ല. ഇനി നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ലാസ്റ്റ് അടിക്കണുണ്ട്, നമുക്ക് കയറി അടിക്കാൻ നോക്കാം. നമുക്ക് പറ്റുകയാണെങ്കിൽ ഫ്രണ്ട്സ്. ഓക്കെ, ഓ മാൻ, അപ്പം അവന്മാർ രണ്ടുപേരും അടി കൊണ്ട് ചത്തു പോകുന്നുണ്ട്. ഇവിടെ ഇവനെ കണ്ടിട്ട് അടിച്ച് ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അപ്പോൾ നമ്മൾ ഭൂമി അടിച്ച് ഫ്രണ്ട്സ്, അടിപൊളി. എൻ്റെ ഓനെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഭൂമി അടിച്ചു. അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണം. അപ്പോൾ ഫ്രണ്ട്സിന് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് take care. Bye.